പല മാതാപിതാക്കളും അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുമ്പോൾ ഇത് നല്ലതാണോ, ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളുണ്ടോ, ഇത് പാർശ്വഫലങ്ങളുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് ബിക്കോസ് ഈ കുഞ്ഞുങ്ങൾക്കിത് ഫലപ്രദമാണ്, ഭവിഷ്യത്തുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്കിത് മൂക്കിലടിക്കാനായിട്ട് നൽകുന്നത്. ഈ നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നത് വഴി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് കാരണം ഇത് ചുങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. അഡിനോയിഡ് എന്ന് പറയുന്നത് ലിംഫോയിഡ് ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി അണുബാധയെ തുടർന്ന് മൂക്കിൻ്റെ അകത്ത് വളർന്നു വരികയും അപ്പർ എയർവേയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിയുമ്പോൾ കുഞ്ഞിന് ഉറങ്ങാൻ പ്രയാസവും കൂർക്കം വലിയും മറ്റ് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് റെക്കറൻ്റായിട്ട് വരികയും ചെവിക്കകത്തേക്ക് ഇൻഫെക്ഷൻസ് വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ലോക്കലി ഈ മരുന്ന് അടിച്ച് ഈ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ അടിക്കുന്നത് വഴി ഇതിന് ചുരുങ്ങി പോകാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല. ചില കേസസിൽ ഡോക്ടർമാർ ഈ സ്പ്രേ അടിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നും സർജറി നിർദ്ദേശിക്കാറും ഉണ്ട്. അപ്പോഴും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് സർജറി ചെയ്യാൻ പാടുണ്ടോ കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത്. എല്ലാ അഡിനോയിഡ് നേസൽ ഹൈപ്പർട്രോഫിക്കും സർജറി ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുക. അസാധാരണമായിട്ടുള്ള വലുപ്പമുണ്ട്, റെക്കറൻ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരുന്നു, റെക്കറൻ്റായിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് വരുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്നു, അവർക്ക് പകൽ സമയത്ത് ഉറക്കം വരത്തക്ക രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ വരുന്നു. നമ്മുടെ തൊണ്ടയും മൂക്കും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷൻ ട്യൂബിന് ബ്ലോക്ക് വരുത്തി റെക്കറൻ്റായിട്ട് ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരുന്നു, ചെവിയിൽ വെള്ളക്കെട്ട് വരുന്നു. ഈ അഡിനോയിഡ് ഓൾമോസ്റ്റ് 90-95% ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ മാത്രമാണ് ഡോക്ടേഴ്സ് സർജറി നിർദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ദർ ആർ ലോട്ട് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ക്ലെയിമിങ് ദർ ആർ ലോട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ. എനിക്ക് മറ്റ് മേഖലകളിലുള്ള ചികിത്സാ വിധികളെക്കുറിച്ച് അറിയില്ല, ബിക്കോസ് ഞാൻ മോഡേൺ മെഡിസിൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓൾവേസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ENT ഡോക്ടറെ കാണിക്കുക. ഫ്ലെക്സിബിൾ നേസൽ എൻഡോസ്കോപ്പിയാണ് അവർ ചെയ്തു നോക്കുന്നത്. അതിൻ്റെ ദശയുടെ വലുപ്പം മനസ്സിലാക്കി വേണ്ട ചികിത്സകൾ അവർ നിർദ്ദേശിച്ച് തരുന്നതാണ്. സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ അടിക്കുന്നതിൽ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. എല്ലാവർക്കും സർജറി അല്ല പറയുന്നത്. സർജറി ചെയ്യേണ്ട ആവശ്യകതയുള്ള കുട്ടികളിൽ മാത്രമാണ് സർജറി നിർദ്ദേശിക്കപ്പെടുന്നുള്ളൂ. താങ്ക് യു.